നമ്മുടെ പറമ്പിൽ തന്നെയുള്ള അല്ലറ ചില്ലറ പച്ചക്കറികളൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയ ഒരു ഊണാണിത്. അപ്പോൾ നമ്മളിന്ന് ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നാണ് നോക്കാൻ പോണത്. ഞാനിപ്പോൾ ഇതാ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്, വലിയൊരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ ആണത്, ശർക്കര കിഴങ്ങ് എന്ന് പറയും. പിന്നെ പച്ചക്കായ, അതൊക്കെ നമ്മുടെ പറമ്പിൽ തന്നെ സാധാരണ എപ്പോഴും കിട്ടുന്നതാണ്. നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ കറിയാണ്. നമ്മൾ മീൻ കറിയൊക്കെ വെക്കുന്നത് പോലെ. പക്ഷെ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കാണിക്കണില്ല, കാരണം അതിൻ്റെ മുമ്പ് ഞാൻ ഇതിൻ്റെ മുമ്പ് ഈ മാങ്ങാക്കറിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഒരു മാങ്ങ ഉണ്ടായാൽ മതി, അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടൊരു കറി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ആ വീഡിയോ നോക്കി ട്രൈ ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടുള്ളൊരു മസാലയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ ഇട്ട് കൊടുക്കുകയാണ്. തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതാണ്, അതിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം ആ വെള്ളം വാർത്ത് കളയുക ചെയ്യുക. അപ്പോൾ കുറച്ച് സമയം അവിടെ കിടന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ തോരൻ ഉണ്ടാക്കുകയാണ്. നമ്മൾ പച്ചക്കായ വെച്ചിട്ട് തോരൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില, അതുപോലെ വറ്റൽമുളക്, ഇത്തിരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 വെളുത്തുള്ളി അല്ലി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ചുവന്നുള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ, ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. തോരനിൽ സാധാരണ അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നവരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുമ്പോഴാണ് ശരിക്കും നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കായ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നേന്ത്രക്കായൊന്നുമല്ല, സാധാരണ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവുന്ന ഇപ്പോൾ മൈസൂർ പഴമോ അതുപോലത്തെ അങ്ങനെ പല ചെറിയ ചെറിയ പഴങ്ങളുണ്ടല്ലോ, അത് പഴുക്കാത്ത ഇതാണിത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കിടന്ന് വേവാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് വെള്ളം ഒഴിച്ചു, പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അടച്ച് വെച്ചിട്ട് നമ്മളൊരു 2-3 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റ് അത്രയേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇത് വേവും. ഇപ്പോൾ കണ്ടോ, ഇത് അത്യാവശ്യം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വേവുന്നൊരു തരം സ്പോഞ്ച് പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കായയാണത്. ഉപ്പേരി വെക്കാനും കറി വെക്കാനൊക്കെയാണ് സാധാരണ ഇത് എടുക്കുക, പഴുപ്പിക്കാനും അങ്ങനെ എടുക്കാറില്ല. അപ്പോൾ അതിലേക്ക് അവസാനം ഞാൻ കുറച്ച് തേങ്ങ ചതച്ചത് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടുകൂടി അത് റെഡിയായി. അപ്പോൾ അത് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ മസാലയാക്കി എടുക്കണം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പില, അതുപോലെ വറ്റൽമുളക്, ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വാർത്ത് വെച്ചിട്ടുള്ള വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ ആണ് ഇട്ട് കൊടുക്കുന്നത്. സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ടുള്ള ഈ മസാല നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇതങ്ങനെ അധികം എപ്പോഴും അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. എപ്പോഴും അത് പുഴുങ്ങി കഴിക്കുന്ന ഒരു സംഭവമാണത്. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഈ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ തന്നെ നിറയെ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല ഓപ്ഷണലാണ്, പെരിഞ്ജീരകം ഇട്ട് കൊടുത്താലും മതി ഗരം മസാലയ്ക്ക് പകരം. എന്നിട്ടത് കുറച്ച് സമയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പൊടികളുടെയൊക്കെ റോ ടേസ്റ്റ് മാറണം. പൊടികളൊക്കെ ഈ സ്വീറ്റ് പൊട്ടറ്റോയിലേക്ക് ഒന്ന് പിടിക്കും കൂടി വേണം. ഇപ്പോൾ സാധാരണ നമ്മൾ കട്ടൻ ചായയുടെ കൂടെയൊക്കെ പുഴുങ്ങി ചമ്മന്തി കൂട്ടി കഴിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ കഴിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതും നല്ല ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ മസാല ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കണം ഒരു 5 മിനിറ്റ്. ഇതാ നമ്മുടെ ഊണ് റെഡിയായി. ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പച്ചമാങ്ങ കറി, പിന്നെ ആ മൂലയ്ക്ക് കാണുന്നത് ചക്ക എരിശ്ശേരിയാണ്. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ ഫ്രൈ മസാല ഫ്രൈ, പിന്നെ പച്ചക്കായ തോരൻ, പപ്പടം. അടിപൊളി ഊണ്.